ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യാത്ര പോവാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു വെച്ചതാ. നേരം വെളുക്കുന്ന ആ ഒരു സമയത്ത്, ഒരു 5:30 കഴിഞ്ഞ സമയത്ത് ഞാനും ജാഗിയും കൂടി വണ്ടിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാലക്കുടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പ്രകൃതിയൊക്കെ കാണാനായിട്ട്. ആകാശവും അതുപോലെ തന്നെ ഈ വെള്ളവും ഒക്കെ ഇങ്ങനെ ഇരുട്ടിലിങ്ങനെ മിന്നി തിളങ്ങി നിൽക്കണ പോലെയാണ് ആവുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു പാലം എത്തിയപ്പോഴേക്കും കുറച്ചേശ്ശെ വെളിച്ചമൊക്കെ വന്ന് നല്ല രസമാണ് കേട്ടോ. ഒന്നാമത്തത് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ റെഡിയായി ആ ഒരു സമയത്ത് യാത്രയൊക്കെ പുറപ്പെടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉഷാറ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നെത്തിച്ചേർന്നിരിക്കുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, പിന്നെ ഒരു ഫ്രണ്ട് കവിതയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കവിത ഇവിടെ നേരെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ആ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്ത് വരെ പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 5:50 ട്രെയിൻ എന്നുണ്ടെങ്കിലും ട്രെയിൻ വന്നെത്തുമ്പോൾ 6:30 സമയമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ എത്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കവിത, പിന്നെ രാഗിങ്ങാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തലങ്ങും വിലങ്ങും ഒക്കെ ഇങ്ങനെ ഓരോ ട്രെയിനുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരം വെളുത്തത് കൊണ്ട് എന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാനും പറ്റുന്നുണ്ട് കേട്ടോ ട്രെയിനൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാരുകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. സാധാരണ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാകേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന കാരണം മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറിയപ്പോൾ പിന്നെ മുടിയൊക്കെ അഴിച്ചിട്ടും കഴിഞ്ഞിട്ട് ഉണക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. കാലത്ത് തന്നെ കാരണം ഒരു തണുപ്പും കുളിരും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിന് വിൻഡോ സീറ്റ് അങ്ങോട്ട് കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായില്ലേ. അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ. ബസ്സിലായാലും അതുപോലെ ട്രെയിനായാലും ഒക്കെ ഇങ്ങനെ വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുഴയും തോടും പാടവും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്കറിയാം, ഇത് ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. ട്രെയിൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്താ പറയുക, ഭയങ്കര സ്പീഡിൽ നടക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, ഓടാണെന്ന് പറയാം. അതുപോലെയാണ് കേട്ടോ ആൾക്കാർ മുഴുവൻ. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണനെ ഒന്ന് കണ്ടാൽ മതി, വേഗം പോയി ആ ക്യൂവിലൊന്ന് നിന്നാൽ മതി എന്നുള്ളൊരു രീതിക്കാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളും നല്ല സ്പീഡിൽ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുപ്പിനെ പോകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇഡ്ഡലിയും അതുപോലെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും നമുക്ക് അത്ര നേരത്തെ അങ്ങോട്ട് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു ഇഡ്ഡലിയൊക്കെ ഒരു കണക്കിനാണ് ഞാൻ കഴിച്ചത്. രമേശ് ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ. അതുപോലെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ രാഗിക്കാണെങ്കിലും വെളുപ്പിനെ ഒട്ടും തന്നെ കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് ഒന്ന് കോഫിയൊക്കെ കുടിക്കാനായിട്ട് കയറണം, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എത്ര സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു നമുക്കൊരു ഐഡിയ ഇല്ല. ഗുരുവായൂരത്തെ കാര്യമല്ലേ, നമ്മളിങ്ങനെ കൊതിച്ച് വരും, പക്ഷെ കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഈ അടുത്ത് വച്ച ഗരുഡ പ്രതിഷ്ഠയൊക്കെ കാണാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ മുൻപിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഞാഞ്ഞ് നടക്കുകയാണ് കേട്ടോ. കിഴക്കേ നടയിലേക്കാണ് നമ്മൾ ഇങ്ങനെ പാഞ്ഞ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ഇന്ന് മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമാണ്. കണ്ണൻ വിചാരിച്ചിട്ടുണ്ടാവും, എന്നെ കാണാൻ വരുന്നതല്ലേ, അപ്പോൾ വേഗം ഇങ്ങനെ നടന്ന് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാണ് കേട്ടോ. കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്കൊരു ഉഷാറായിട്ട് അങ്ങോട്ട് ചെന്ന് നിൽക്കണം. അങ്ങനെ ഞാനും കവിതയും ഫുഡൊക്കെ കഴിച്ച് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ഉഴുന്നുവടിയും ഓർഡർ ചെയ്തു. അതിൻ്റെ ഒപ്പം ചമ്മന്തിയും ചട്നിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ നല്ല മുരിഞ്ഞ് ചൂടുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് ചൂടാറിയിട്ടാണ് നമുക്കത് കഴിക്കാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ കോഫിയും വന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു കോഫിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് നേരെയായിട്ടാണ്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റതാണല്ലോ. അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇതാ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കാനായിട്ടാണ്. പിന്നെ അതേ കണ്ണ് ചെന്ന് തുടക്കിയത് ഈ പൂക്കളിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും മുല്ലപ്പൂവാണ് വാങ്ങാറ്, പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സാരിക്ക് മാച്ച് നമ്മുടെ അരളിപ്പൂവാണ് കേട്ടോ. അപ്പോൾ അരളിപ്പൂ വാങ്ങി വെക്കുമ്പോൾ രമേശേട്ടന് ഭയങ്കര ടെൻഷനാട്ടോ. വിഷാണ്, അതാണ് ഇതാണ്, നീ വാങ്ങരുത് എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് രമേശേട്ടൻ കൂടിയില്ലല്ലോ. പിന്നെ അതെല്ലാം സാരിക്ക് നല്ല മാച്ചുമാണ് കേട്ടോ. അപ്പോൾ കണ്ണനെയൊക്കെ കാണാൻ പോകുമ്പോൾ നല്ല അണിഞ്ഞൊരുങ്ങി സന്തോഷമായിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അല്ലാതെ നമ്മളാകെ എന്തോ ഭയങ്കര വിഷമത്തിൽ എൻ്റെ കണ്ണ എന്ത് കഷ്ടം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊന്നും പോകുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള തരത്തിലൊക്കെയാണ് ഞാൻ പോവാട്ടോ. അപ്പോൾ പൂവൊക്കെ വെച്ചപ്പോൾ ഒരു നല്ലൊരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. പിന്നെ അതാ ഈ കടകളിലൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവാണ് കേട്ടോ. വരുമ്പോൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ ഒരു മഞ്ഞപ്പട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാമപുസ്തകങ്ങളും അവിടെ നിന്ന് വാങ്ങിയിട്ടോ. നമുക്ക് ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് വായിക്കാനൊക്കെ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാഗിയാണെങ്കിൽ ചെന്താമരയും അതുപോലെ തന്നെ വനമാല ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ണിന് വിൽക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും അവർ വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങി ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ നടയിൽ അങ്ങോട്ട് എത്തുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനി എല്ലാ മാസവും പോകണം കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ 5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് വീണ്ടും പോകാനായിട്ടൊക്കെ പറ്റിയത് കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നമുക്ക് അന്ന് വരാൻ തോന്നിയതാണ്, ഇന്ന് വരാൻ തോന്നിയതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പോഴാണ് ആ വരാനായിട്ട് പറ്റിയ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലും ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക ഓടിപ്പോകുന്ന പോലെ അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ ക്യൂവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ നമ്മളിതാ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഗേറ്റിൽ ഇതാ വെച്ചിരിക്കുന്ന ഈ രൂപങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ തൊട്ട് തൊഴുതിട്ടൊക്കെയാണ് നമ്മളിതാ പോകുന്നത് കേട്ടോ. ഇനി ചെരുപ്പൊക്കെ ഒരു സൈഡിലൊക്കെ ഊരിയൊക്കെ വെച്ച് ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് കൊടുക്കാറേ ഇല്ല കേട്ടോ. ഈ അടുത്തൊന്നും ഗുരുവായൂർ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഊരി വെച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ പോയിട്ടൊന്നുമില്ല. എന്നിട്ട് ബാഗ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറേ കല്യാണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പയ്യനെയും അതുപോലെ തന്നെ പെൺകുട്ടീനെയൊക്കെ കണ്ടിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അതിലേ പോവാണ്. അവിടെ ഇഷ്ടംപോലെ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടു നിൽക്കാൻ സമയമില്ലല്ലോ, നമുക്ക് കണ്ണനെ കാണണമല്ലോ. അപ്പോൾ ബാഗൊക്കെ വെക്കാൻ തന്നെ ഒരു അരമണിക്കൂറൊക്കെ അവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ക്യൂ നിന്നു, ഉള്ളിലേക്ക് കടക്കാനുള്ള ക്യൂവിൽ നിന്നും കഴിഞ്ഞിട്ട് നമ്മളൊരു 8-9 മണിക്ക് നിന്നിട്ട് 12:30ക്കാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. കണ്ണനെ കണ്ണിറയെ കണ്ടു കേട്ടോ. അവിടുത്തെ ആ ഒരു കളഭാഭിഷേകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ അലങ്കാരം ഗോവർദ്ധന ഉദ്ധാരണമായിരുന്നു കേട്ടോ. അതായത് ഗോവർദ്ധനം ഇങ്ങനെ ചൂണ്ടുവിരലാൽ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന രൂപമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കണ്ട് നിന്നിട്ടാണ് നമുക്ക് വന്നത് കേട്ടോ. അവിടെ തിക്കും തിരക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആ നടയിലെ ആ ഭാഗത്ത് എത്തിയപ്പോൾ ശരിക്കും കണ്ണിറയെ കാണാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുന്നത് വരേക്കും ആ രൂപം മനസ്സിലിങ്ങനെ നിൽക്കും കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം പാൽപ്പായസവും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഓടായിരുന്നു. 1:10 ഉണ്ടായിരുന്നു പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ. 1:30ക്ക് നമ്മുടെ ട്രെയിൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടി പുറത്ത് വന്നു കഴിഞ്ഞ് ഓട്ടോ വിളിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയും കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിൻ കിട്ടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം.